അങ്ങനെ ചെന്നൈ നഗരം നവരാത്രി ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ സ്വപ്നം കണ്ട ഒരു യാത്രയുടെ തിരക്കിലായിരുന്നു കേട്ടോ. കുറേ കാലത്തൊരാഗ്രഹം കൂടിയിരുന്നു ഒരു സോളോ ട്രിപ്പ് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ റീൽസുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുംബൈ പോയിട്ടാവാം അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഒരു ഹാഫ് ഡേ മുംബൈയിൽ കറങ്ങാം എന്നും വെച്ച് രണ്ടും കൽപ്പിച്ചിട്ടുള്ളൊരു പോക്കാണ്. 20 വർഷമായിട്ട് ചെന്നൈയിലുള്ള എൻ്റെ ജീവിതത്തിലത്തെ ഓരോ അനുഭവങ്ങളിൽ നിന്നും കിട്ടിയ ധൈര്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ യാത്രയ്ക്കുള്ള ഒരു മുതൽക്കൂട്ട്. പിന്നെ എന്തിനും ഏതിനും കട്ടയ്ക്ക് നിൽക്കണ എൻ്റെ വളരെ കുറച്ച് ഫ്രണ്ട്സും വീട്ടുകാരും, എടുത്തു പറയാൻ എൻ്റെ മക്കളും, പിന്നെ എൻ്റെ സോഫി കേട്ടോ. അങ്ങനെ നമ്മൾ സെൻട്രലിലെത്തി 11ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ചെന്നൈ മുംബൈ സൂപ്പർ ഫാസ്റ്റ്. ചെന്നൈയിൽ നിന്നും ഉച്ചയ്ക്ക് 1:30 കയറി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:30 മണിക്ക് CSMT റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങാം. അപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്കുള്ള ഫുഡ്, പിന്നെ കുറച്ച് ബ്രെഡ്, ജാം, ബിസ്ക്കറ്റ്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും കയ്യിൽ കരുതിയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെടാതിരുന്നൊരു കാര്യം, എനിക്ക് കിട്ടിയത് മിഡിൽ ബർത്തായിരുന്നു. ഞാൻ എപ്പോഴും ട്രെയിൻ യാത്രയിൽ സൈഡ് ലോവർ മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ. എനിക്കത് കിട്ടാറുമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഇരിക്കാം, കിടക്കാം. സൈഡ് ലോവർ ആകുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ഇഷ്ടം നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോൾ മിഡിൽ ബർത്താകുമ്പോൾ രാത്രി വരെ ഇരുന്നപ്പോഴേക്കും തന്നെ അങ്ങോട്ട് ചടച്ചു പോയി എന്ന് പറയാം. റെനിഗുണ്ട വരെ ട്രെയിൻ കാലിയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് പല പല ഭാഷയിലുള്ള ആൾക്കാർ കയറി. കാരണം തിരുപ്പതിയിൽ നിന്നുള്ള കുറേ യാത്രക്കാരുണ്ടായിരുന്നു നോർത്തിലോട്ട്. പിന്നെ ആകെ ബഹളമായി, പിന്നെ മിഡിൽ ബർത്തായി, എനിക്ക് അതിൻ്റെ ചടപ്പായി. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ച് ഒരു 7:30 ആകുമ്പോഴേക്കും തന്നെ കടന്നു. തേർഡ് എക്കോണമി ആയതുകൊണ്ട് ഉറക്കവും സ്വാഹയായിരുന്നു കേട്ടോ. രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കും ഒരുവിധം ട്രെയിനിലത്തെ എല്ലാവരും പൂനെയിൽ ഇറങ്ങിയിട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കാലിയായിരുന്നു. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ആകെ 3-4 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പൂനെ തൊട്ടിട്ട് CSMT വരെ ഒരു 4 മണിക്കൂർ ഇത്രയും നല്ല കാഴ്ചകളും കണ്ട് ഞാനങ്ങോട്ട് എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ഇരുട്ട് കാണുമ്പോൾ പോവരുത് കേട്ടോ. ഇരുട്ട് കഴിഞ്ഞാൽ കുറേ നല്ല നല്ല കാഴ്ചകളുണ്ട്. ഒരു 5-6 ടണൽ വരെ ഞാൻ എണ്ണിട്ടോ. അത്രയും നല്ല ലെങ്ത് ആയിട്ടുള്ള കുറേ ടണലുകളുണ്ടായിരുന്നു. ഇത് കണ്ടോ, എന്ത് രസമാണെന്നറിയോ ഓരോ കാഴ്ചകൾ കാണാൻ. ആ ഒരു 4 മണിക്കൂർ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. തലേ ദിവസം എനിക്ക് മിഡിൽ ബർത്ത് കിട്ടിയ ചടപ്പൊക്കെ അതോടുകൂടി കൊണ്ട് മാറി. എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് കേരളത്തിലാണ് ഇത്രയും ഹരിതാഭയും പച്ചപ്പും മലകളും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടുള്ളൊരു ധാരണ. പക്ഷേ യാത്രകളോടുകൂടി അതും കുറേയൊക്കെ മാറി തുടങ്ങി. കേരളത്തിൽ മാത്രമല്ല എന്നുള്ളൊരു സംഭവം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പൂനെന്ന് CSMT പോകുന്ന വഴിക്കാണ് ലോണോവാല എന്ന് പറഞ്ഞൊരു ഹിൽ സ്റ്റേഷൻ ഉണ്ടല്ലോ. എന്ത് രസമെന്നറിയോ കാണാൻ. അതായത് ചില സംഭവങ്ങൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതുമാതിരിയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. വേറൊന്ന്, ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനുള്ള തണുപ്പ് മുഴുവനെ അടിച്ചിട്ട് ആകെ കോൾഡ് വന്ന് ഒരു പരുവത്തിലായിട്ടോ. അതുകൊണ്ടാണ് ഓൾറെഡി വൃത്തികെട്ട എൻ്റെ സൗണ്ട് കുറച്ചും കൂടി വൃത്തികേടായിട്ടും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടും തോന്നുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മക്കൾ പ്രത്യേകം പറഞ്ഞിരുന്നു, അമ്മയുടെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ അമ്മ യാത്ര മുഴുമിപ്പിക്കാൻ നിൽക്കണ്ട, തിരിച്ചു വന്നുകൊണ്ട് നമുക്ക് വേറൊരു ദിവസം പോകാമെന്ന്. പക്ഷേ ദൈവം സഹായിച്ചിട്ട് ട്രാവലിങ്ങിൽ ഇതിങ്ങനെ വണ്ടടിച്ച് ഓരോ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായില്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ മറന്നു പോകും. അങ്ങനെ നമ്മൾ ഒരു 12:45 CSMT റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പാടെ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചു. നമ്മളിവിടെ താമസിച്ചത് സ്ലീപ്പിംഗ് ബോർഡിലായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വിസ്തരിച്ച് വേറെ തന്നെ ഇടാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് യാത്ര ചെയ്യണ ഒരുപാട് പേർക്ക് നല്ല ഹെൽപ്ഫുള്ളാവും. അതുകൊണ്ട്
CSMT റെയിൽവേ സ്റ്റേഷൻ്റെ 14ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു സ്ലീപ്പിംഗ് ബോർഡ്. അങ്ങനെ അവിടെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം മുംബൈ ഒന്ന് പറ്റണമാതിരി ചുറ്റിക്കാണമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് നടന്നു പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പക്ഷേ പൊരിഞ്ഞ വെയിലായിരുന്നു. ആ വെയിലത്ത് ഞാൻ നടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ വരും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ബസ് ചൂസ് ചെയ്തു. ഇത് കണ്ടോ, ഇങ്ങനെ ക്യൂ നിന്ന് പോണത് ബസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം മൈസൂർ പോയപ്പോഴും ഇതേമാതിരി കണ്ടു. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള ബസ്സും ക്യൂ നിന്ന് ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ. അങ്ങനെ ഞാനും 12 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ കയറി. നല്ല തിരക്കായിരുന്നു. എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീക്ക് ഡേ നോക്കിയിട്ടാണ് സ്ഥലങ്ങൾ പോവാം എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത്. പക്ഷേ ഒക്ടോബർ 2 പിള്ളേർക്ക് ലീവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഹോളിഡേ ആയിരിക്കുമല്ലോ എന്നുള്ള ബോധമൊന്നും എനിക്ക് ഈ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പോയതേ ഇല്ല. അതുകൊണ്ട് തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലും താജ് ഹോട്ടലിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ പൂടിട്ട ഉതിരില്ല എന്ന് പറയില്ലേ, അങ്ങനെ തിരക്കായിരുന്നു. നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഉള്ളിലോട്ട് കയറി അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. എലഫൻ്റ കേവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് ബോട്ടിൽ കൊണ്ടുപോകും. അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷേ അതൊന്നും എൻ്റെ പ്ലാനിലില്ലാത്ത സ്ഥലങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹാഫ് ഡേ മാത്രമേ ഉള്ളൂ മുംബൈ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഓടി നടന്ന് അങ്ങനെ സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ള സ്ഥലങ്ങൾ മനസ്സമാധാനത്തോട് കൂടി കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ലിസ്റ്റിൽ. അതുകൊണ്ട് ഞാൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും മറൈൻ ഡ്രൈവും മാത്രമാണ് സെലക്ട് ചെയ്തത്. ഈ സമയത്തൊക്കെ എന്തൊരു വെയിലാണെന്നറിയോ. നമുക്ക് വീഡിയോ എടുത്താലോ ഫോട്ടോ എടുത്താലോ ഇതിലൊക്കെ വരുന്നുണ്ടോയെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ വെയിലായിരുന്നു. പിന്നെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ എലഫൻ്റ കേവിക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എൻ്റെ ലിസ്റ്റിൽ ഒരു മ്യൂസിയം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് ഹോളിഡേ ആയ കാരണം അത് തുറന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം പറ്റിപ്പോയി. 10-20 വർഷമായിട്ട് ട്രെയിൻ പോകുന്നത് കൊണ്ടാണ് വേറൊരു സ്ഥലത്തേക്ക്, അതായത് അറിയാത്തൊരു സ്ഥലത്തേക്കാണെങ്കിൽ പോലും എനിക്ക് പേടി തോന്നാഞ്ഞത് എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അത് കഴിഞ്ഞ് CSMT ഇറങ്ങി നമ്മൾ ബസ്സിൽ ചോദിച്ചു പോകുന്നു, ഒറ്റയ്ക്ക് കയറുന്നു, ഇറങ്ങുന്നു, സ്ഥലം ചോദിച്ച് വരുന്നു. ഇതൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉഷാറായിട്ടോ. ആഹാ, നമ്മൾ കൊള്ളാലോ, ഒറ്റയ്ക്കാണല്ലോ നമ്മളിതൊക്കെ ചെയ്യണത് എന്നുള്ളൊരു ഫീല് വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ ധൈര്യം കൂടും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെങ്കിൽ ധൈര്യം വേണം എന്നുള്ളത് മാത്രമല്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ ധൈര്യം കൂടും എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടുന്ന് ടാക്സി പിടിച്ചിട്ട് മറൈൻ ഡ്രൈവ് പോവാട്ടോ. അവിടെ ഭയങ്കര മഴ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതുണ്ടോ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതിപ്പോൾ കാണുന്നുണ്ടോ? സഹിക്കാൻ പറ്റാത്ത അവിടെ പെരും മഴ. കുറേ നേരം അവിടെ നിന്നു. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ നടന്നു പോകണം എന്നാട്ടോ വിചാരിച്ചിരുന്നത്. എന്തായാലും അങ്ങനെ അവിടെ നിന്നൊരു ടാക്സിയിൽ ആ പെരുമഴയത്ത് മറൈൻ ഡ്രൈവ് പോവാണ്. അപ്പോൾ ഈ കാർ ഓടിക്കണ ചേട്ടൻ നമ്മളിവിടെ മുംബൈയിൽ സൈറ്റ് സീയിങ്ങിന് വന്നതാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതാ ഈ ഒരു കാർഡ് എടുത്ത് കയ്യിൽ തന്നിട്ട് ഇത്രയും സ്ഥലങ്ങളുണ്ട്, 2500 രൂപയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി. എന്നാൽ പിന്നെ ഇദ്ദേഹം തന്നെ മറൈൻ ഡ്രൈവിൽ നിന്ന് CSMT കൊണ്ടാക്കാം എന്നുള്ള ഒരു സംഭവം പറഞ്ഞു. ഞാൻ അതും റിജക്റ്റ് ചെയ്തു. കാരണം എനിക്ക് നടന്നു പോകണം. ചുമ്മാ എന്തിനാണ് നമ്മൾ വെയിറ്റിംഗ് ചാർജ് കൊടുക്കണതല്ലേ. നമ്മൾ മറൈൻ ഡ്രൈവിലെത്തി. നല്ല മഴയുണ്ട്. ആൾക്കാരൊക്കെ കുറേ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളും മറൈൻ ഡ്രൈവും മാത്രം എന്ന് പറയാം. കണ്ടോ കണ്ടോ, കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ബോംബെ നഗരം മൊത്തം കണ്ടില്ലെങ്കിൽ പോലും ചെറിയൊരു ഭാഗങ്ങളും കണ്ടല്ലോ. പിന്നെ നമ്മുടെ മറൈൻ ഡ്രൈവ്, താജ് ഹോട്ടൽ, പിന്നെ ഒരു മഴ, അതൊക്കെ ആയിട്ടുള്ള ഒരു വൈബുണ്ടല്ലോ. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഇത് കണ്ടോ, ഇവിടെ മഴ പെയ്തുകൊണ്ട് നന്നായി. എല്ലാവരും പോയോണ്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുംബൈ എന്തായിരുന്ന സ്ഥലം പേര് മറന്നു പോവുകയാണ്, മറൈൻ ഡ്രൈവ്. അപ്പോൾ ഞാൻ മാറ്റാരം പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്നോടെല്ലാവരും, ഞാൻ 1-2 ആൾക്കാരോട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ
അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് എങ്ങനെ പോവുക, ഭാഷ പ്രശ്നമാവില്ലേ എന്നൊക്കെ. നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടുള്ള കുറേ ടെൻഷനുകളുണ്ടായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് സോളോ ട്രിപ്പ്, അതും നോർത്ത് സൈഡിലേക്ക്. സൗത്ത് സൈഡിലൊക്കെ പിന്നെയും പോയിട്ടുണ്ട്, നോർത്ത് സൈഡിലേക്ക് ആദ്യമായിട്ടാണ് സോളോ ട്രിപ്പ് വരുന്നത്. ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ഇൻസെക്യൂരിറ്റീസ് അങ്ങനെ പല കാര്യങ്ങളും മറികടക്കാൻ വേണ്ടി കൂടിയിട്ടാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, എൻ്റെ കൂടെ ലോ BP, മുട്ടുവേദന, ഊരവേദന, തൈറോയ്ഡ് ഇഷ്യൂസ്, മൂഡ് സ്വിങ്സ്, ഹോർമോൺ ഇംബാലൻസ് തുടങ്ങി 8-10 ആൾക്കാർ കൂടെ ഉണ്ട്. അങ്ങനെ ഫോണൊക്കെ മാറ്റി വെച്ച് കുറേ നേരം അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നടന്നു പോകാമെന്ന് വെച്ചു. ഞാൻ മാപ്പിട്ട് നോക്കുമ്പോൾ 2 കിലോമീറ്റർ എന്നാണ് കാണുന്നത്. പോയി നോക്കാം, വയ്യെങ്കിൽ അപ്പോൾ വണ്ടിക്ക് പോകാം. നമ്മൾ ട്രെയിനിൽ കയറിയതിൻ്റെ ശേഷം മര്യാദക്കുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റ് ബ്രെഡൊക്കെ കൊടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഉച്ചയ്ക്കൊരു ചായയും ഒരു സമോസയും കഴിച്ചു. കാര്യമായിട്ട് കഴിക്കണം. ഈ ചർച്ച് ഗേറ്റ് എഴുതി വെച്ചിരിക്കണം. ഇത് കൂടെ വരാനാണ് അവരെന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ തോന്നിയ മാതിരി വന്നത്. സംഭവം മാപ്പിൽ 2 കിലോമീറ്റർ പറഞ്ഞിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-3.5 കിലോമീറ്റർ ആയിട്ടോ. മട്ടൻ ചന്തയ്ക്ക് പോയതിന്ന് കേട്ടിട്ടുണ്ടോ? ഏകദേശം കണ്ടോളൂ. ഞാൻ ആ സ്ഥിതിയാണ്. പക്ഷേ മഴയൊക്കെ ഉള്ള ഒരു നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് നടക്കാൻ കുഴപ്പമില്ല. പിന്നെ മാത്തേരാനിക്കുള്ള ട്രെയിന് നാളെ രാവിലെ ആയതുകൊണ്ടും കുഴപ്പമില്ല. എന്തായാലും ഭൂമി ഉരുണ്ടതാണല്ലോ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിലെത്തും. അപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഞാനെല്ലാവരോടും CSMT റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ചോദിക്കണത്. അവർക്കത് അറിയില്ല. അവർക്ക് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിൽ നിന്ന് വിസ്തരിച്ച് പറഞ്ഞാൽ മാത്രമേ അറിയണുള്ളൂ. അപ്പോൾ അല്ലാണ്ട് എനിക്ക് വഴി തെറ്റിയതല്ല. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവസാനം ഒരു കാണാണ്ടോ, കാണാൻ തോന്നണം ഉണ്ടോ? ഇതാണ് നമ്മൾ എത്ര നേരമായിട്ട് തേടി നടന്ന സ്ഥലം. എത്ര നേരമായിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടന്ന CSMT. നമുക്ക് ഇനി CMT ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടെ വഴിയുണ്ടെന്ന് പറയുന്നത് പോകാം. അവിടെയാണ് ഈ മാർക്കറ്റ് പോകണം വിചാരിച്ചത്. സമയമില്ല. ഇവിടെയും ഭയങ്കര തുണികളും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ലഗേജ് വെച്ചിരിക്കുന്നത് 14-ാമത്തെ. നമുക്ക് നാളെ നേരിൽ പോകാൻ ഏതാണ് അവൻ്റെ CSMT റെയിൽവേ സ്റ്റേഷനിൽ എന്നിട്ട് എവിടെയാണ് താമസിച്ചതെന്ന് പറഞ്ഞുതരാം കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മുംബൈ ഹാഫ് ഡേ ചുറ്റിക്കറങ്ങലൊക്കെ. രാത്രി ഒന്ന് പുറത്തിറങ്ങി മുംബൈ നൈറ്റ് ലൈഫ് എന്താണെന്നൊക്കെ നോക്കണം എന്നൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര മഴയായിരുന്നു അവിടെ. അപ്പോൾ അത് കാരണം ചുമ്മാ റിസ്ക് എടുക്കണ്ടല്ലോ, അറിയാത്ത സ്ഥലമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എവിടെയും പോയില്ല. നന്നായിട്ട് കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം രാവിലെ 4:45 ട്രെയിൻ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലമായിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തും കൊണ്ടിരുന്ന, ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഞാൻ കുറേ പ്രാവശ്യം ഇപ്പോൾ വീഡിയോയുടെ ഇടയിൽ ഇതിൻ്റെ പേരും പറഞ്ഞു. മാത്തേരൻ, നോർത്തിലോട്ടുള്ള എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ്. അപ്പോൾ മാത്തേരനിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കട്ടയ്ക്ക് കൂടണ്ടാണ്.